ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് പോവാം. നിങ്ങൾ എന്താ എത്ര ലേറ്റ് ആയി? ഞാൻ എത്ര നേരം ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്? നേരം വെളുത്ത് 5:30 എണ്ണിക്കണം. കൊച്ചിനെ കുളിപ്പിക്കണം, കൊച്ചിനെ ഒരുക്കണം, വീട്ടിൽ അരി തിളപ്പിക്കുന്ന അമ്മ, പച്ചക്കറി മേടിക്കുന്ന അച്ഛൻ, ബാക്കി കാര്യങ്ങൾ മൊത്തം ചെയ്ത് ഞാൻ കൊച്ചിനെ കുളിച്ചിട്ട് സ്കൂളിൽ വിട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നിനക്കെന്ത് വരുന്ന പരിപാടി? നമുക്കൊരു ആർട്ട് ഫിലിം മേക്കിംഗ് കമ്പനി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? പറഞ്ഞിട്ടെന്ത് കാര്യം? ഒരു ആട് പോലും ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ആ ആട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ഈ പേരൊന്ന് വായിച്ചു. കോമ്പറ്റീറ്റീവ് ക്രാക്കർ പടക്കക്കട. അയ്യോ, ഇത് ആ ക്രാക്കർ അല്ല. ഏത് കടുകട്ടി PSC എക്സാം ഇവർ ക്രാക്ക് ചെയ്യിച്ചു തരും. ഇത് കേരളത്തിലെ നമ്പർ 1 ഓൺലൈൻ PSC കോച്ചിങ് സെന്ററാ കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഓഹോ, ഇവര് കൊള്ളാം. പക്ഷെ നമ്മുടെ ആട് കമ്പനിക്ക് ഇട്ടേക്കുന്ന പേരെന്തുവാ? കൊട്ടത്തേങ്ങ. കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞ അകത്തോട്ട് കയറി ചെറുക്കലടിച്ചിരിക്കുമല്ലോ. എന്തോ കുഴപ്പം എന്തുവാ? അതെ, എൻ്റെ അച്ഛൻ എന്നും പറക്കോട്ട് ചന്തയിൽ 3 ചാക്ക് കൊട്ടത്തേങ്ങ തലയിൽ ചുമന്ന് കൊണ്ടുപോയി വിറ്റിട്ട് അങ്ങനെ എന്നെ പഠിപ്പിച്ചത് അറിയാമോ? നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഞാൻ പേര് മാറ്റത്തില്ല. അത് മതി. എൻ്റെ ആഡ് കമ്പനി, ഞാൻ നടന്ന ആഡ് കമ്പനിക്ക് ആ പേര് മതി. എടി, എൻ്റെ അച്ഛനെ ക്ലോസറ്റിന്റെ ബിസിനസ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കമ്പനിക്ക് സെപ്റ്റി ടാങ്ക് എന്ന് പേരിട്ടോ? ഇല്ലല്ലോ. എന്തിനാ അങ്ങനെ ഇടുന്ന? ആ സംസ്കാരം കാണിക്കുന്നുണ്ടല്ലോ. എൻ്റെ പൊന്നു ചേട്ടൻ, നമ്മൾ തമ്മിൽ തർക്കിച്ച് സമയം കളയാതിരി. ഞാൻ ഉണ്ടാക്കിയ ഈ പ്രസന്റേഷൻ അവിടെ കൊണ്ട് പ്രസന്റ് ചെയ്തിട്ട് അഡ്രസ് ചെയ്ത് ഈ കമ്പനിയുടെ ആഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ രക്ഷപ്പെടും. അതിന് ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും ഒന്ന് ചിന്തിക്ക്, എന്തെങ്കിലും ഒന്ന് നടക്കട്ടെ. ബുദ്ധിപരം. ഇനി ഒരു ആർട്ട് ഫിലിം കമ്പനിക്ക് വേണ്ട മെയിൻ കാര്യം എന്ന് പറയും ഒബ്സർവേഷൻ. നീ ആ റിസപ്ഷനിൽ ഇരിക്കുന്ന കൊച്ചിനെ കണ്ടു? നോക്ക്, ആ കുട്ടിയുടെ പേരെന്ന് പറയാം കിങ്ങിണിക്കുട്ടി. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിനെ കണ്ടറിയാം. വെറും ഒബ്സർവേഷൻ. കിങ്ങിണിക്കുട്ടി ചോദിച്ചു നോക്ക്. ആ ബാ. വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. മാഡം, ഞങ്ങൾ കൊട്ടത്തേങ്ങ ആർട്ട് ഫിലിം കമ്പനിയിൽ നിന്ന് വരുവാണേ. അപ്പം ഞങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MD ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഓക്കെ, നമ്മുടെ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യണത് പുറത്തുനിന്നുള്ളൊരു ഏജൻസിയിൽ നിന്നാണ്. അപ്പോൾ സാർ അകത്തുണ്ട്, ചെന്ന് കാണാം. മോടെ പേരെന്തോ? ഗ്യാദറിംഗ് വെസ്റ്റ് വാട്ടർ. നല്ല പേര്, നല്ല ഒബ്സർവേഷൻ. ഒബ്സർവ്. എന്തോരം സ്റ്റുഡൻസ് ആടി ഇവിടെ. ഇത് സ്റ്റുഡൻസ് അല്ല, കേരളത്തിനകത്തും പുറത്തും ഓൺലൈൻ്റെ PSC കോച്ചിങ് കൊടുക്കുന്ന പ്രൊഫഷണൽ ട്രെയിനേഴ്സാണ് ഇവർ. മറ്റേ മീഡിയക്കാരനെ നമ്മൾ എങ്ങനെ വീഴ്ത്തും? കോൺഫിഡൻസ്. ഹലോ. ഹലോ സർ. ഇരിക്കട്ടെ. ഞാൻ ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. പച്ചാളരമ അല്ല, 9 മണിക്ക്, രാത്രി 9 മണിക്ക്. രാത്രി 9 മണിക്ക് നിങ്ങളുടെ ആരെയും വിളിക്കാൻ പറഞ്ഞത്? ഞാൻ കൊച്ചിന് ഇറക്കുന്ന സമയം, ആ സമയം നോക്കി നീ അവനെ വിളിച്ചില്ലേ? നിങ്ങളോട് സംശയിക്കുമ്പോൾ നിങ്ങൾ എവിടെ പോയി കിടക്കുമോ? അത് എനിക്ക് സംശയം ചോദിക്കാനാണ് വിളിച്ചത്. എന്തിനുണ്ട് എന്നോട് ചോദിക്കുന്നത്? എന്തോ അറിയാം, നിങ്ങൾ കൊണ്ടുപോകാൻ ഉണ്ട് ചെറുതാൻ അറിയാം. ഹലോ ആരാണ്? ഞങ്ങള് പ്രപ്പോസലുമായിട്ട്. മമ്മി പറഞ്ഞിരുന്നു പ്രപ്പോസലായിട്ട് വരുമെന്ന്. ഇതാണോ ബ്രോക്കർ മാമ? അയ്യോ, അതല്ല, അഡ്വർടൈസ്മെന്റ്. നമ്മുടെ ക്രിയേറ്റീവ്. ഏതാണ്? കൊട്ടത്തെ ബാസ്ക്കറ്റ് കോക്കനട്ട്. വെരി വെരി ക്രിയേറ്റീവ്. Actually, I am a very creative person. My father was very creative. This is a symbol of my father. My father was very hardworking. He went to Parkod Chanda with 3 sacks of big sacks of coconut. He gave it to the market, the employees, and he collected money without giving tax. He gave all the money to us. Hence, കോഴിക്കുഞ്ഞുങ്ങൾ. No, not that coconut hens. Hence, I grown up. I became a very good girl and sitting in front of you. നിന്റെ അച്ഛൻ്റെ കൊട്ടത്തങ്ങയുടെ കഥ പറയണോ അതോ ഇവിടെ ആട് കാണിക്കാൻ വന്നതാണ്? എനിക്കൊരു ചേട്ടൻ കസൂയല്ല മനുഷ്യ. ഹലോ നിങ്ങൾ ആഡ് കാണിക്കും. സർ, ഞങ്ങൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന് വേണ്ടിയിട്ട് 1-2 ആഡ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് തന്നെ തരണം പ്ലീസ്. സാർ, ഡെമോ.
സാർ ഇവിടെ കമ്മലാടുന്ന ആടല്ല സാർ, ഇങ്ങോട്ട് നോക്കി, ഈ ആട് നോക്കുക. ആ കാണിക്ക്. കുണാരേ ചിച്ചിനക്കിനി നാച്ചിനത്തൊരു കുണാരേ 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 ചിച്ചിനക്കിനി നാച്ചിനത്തൊരു കുണാരേ. சாம்பா அப்பா பாம்பா அப்பா இந்த கிடக்குன மரப்பட்டியை நமக்கு பச்சைக்கு தின்னண்டா. இந்த மரப்பட்டியை நமக்கு பொள்ளிச்சு தின்னணும். பொள்ளிச்சு അതിന് എന്ന സാധനം വേണോ? അഗ്നി വേണോ? இந்த അഗ്നി എവിടുന്ന് കിട്ടും? കാട്ടുമൂപ്പാ, കാട്ടു ദൈവങ്ങളെ. കുണാരേ കുണാരേ ചിച്ചിനക്കിനി നാച്ചിനത്തൊരു കുണാരേ കുണാരേ കുണാരേ. പാമ്പാ இந்த 2 കല്ലെടുത്ത് ഉരസപ്പാ. ഉരസ. ഓയ് 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 അപ്പാ അക്കനില്ലപ്പാ അക്കനില്ലപ്പാ. അഗ്നി എവിടെ നിന്ന് കിട്ടും? അഗ്നി തായേ അഗ്നി തായേ. അപ്പാ അക്കനി അപ്പാ പൊണ്ണ്. എന്നെ പൊണ്ണുടാ ഇത്? ഞാൻ 2023 പൊണ്ണ്. ഈ തീ സ്പാർക്കിന്ന് വന്നു, ആ സ്പാർക്ക് ക്രാക്കറിന്ന് വന്നു. ഇതേത് ഭാഷ? ഇത് നാട്ടുഭാഷ. കേരളത്തിലെ നമ്പർ 1 ഓൺലൈൻ PSC കോച്ചിങ് സെന്റർ കോമ്പറ്റീറ്റീവ് ക്രാക്കർ കാക്കനാട്ടുള്ളത്. അതല്ല, സർക്കാർ സർവീസിലേക്ക് കൈപിടിച്ചുയർത്താൻ കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഇത് പോരാ. ഇത് പഴയ കൺസെപ്റ്റ് അല്ലേ? ഇതെന്താണ്? ഇതെന്താണ് ഇതിന്റെ കൺസെപ്റ്റ്? എന്താണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ആദിമ മനുഷ്യർ കാട്ടിലൂടെ ഒരു പണിയില്ലാതെ അലഞ്ഞിരുന്ന് നടക്കുന്നു. അങ്ങനെ അവർക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരു ദിവസം ഒരു നാൾ അവർ തീ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതൊന്നും നടക്കാതെ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ വന്നിട്ട് ഒരു ലൈറ്റർ കത്തിച്ച് തീ ഉണ്ടാക്കി കൊടുക്കുന്നു. നീ എന്തോ പറയുന്നേ? ഇവരാണോ തീ ഉണ്ടാക്കിയത്? തീപ്പെട്ടി കമ്പനിയാണോ? അതല്ല, ഉള്ളിലെത്തി. ക്രിയേറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുക സാർ. ഉള്ളിലെത്തി സാർ, ഉള്ളിലെത്തി. വേണ്ട. ഇതൊന്നും കുട്ടികളിലേക്ക് എത്തില്ല. കുട്ടികൾക്ക് ഇഷ്ടമുള്ള കൺസെപ്റ്റ് അല്ലേ വേണ്ടത്? ആക്ച്വലി അതല്ലേ? ഉണ്ട്. ആര് പറഞ്ഞു ജോലി? ഞാനാ നിങ്ങളുടെ ക്രാക്കർ. ആര് പറഞ്ഞു ജോലി? ഞാനാ നിങ്ങളുടെ ക്രാക്കർ. എന്നോടൊപ്പം ചേർന്നാൽ PSC എല്ലാം ക്രാക്കാം. PSC എല്ലാം ക്രാക്കാം. ഓൺലൈൻ ക്ലാസ്സിൽ ചേരാം, റാങ്ക് ലിസ്റ്റിൽ കേറാം, LP UP ടീച്ചറായി അടിച്ചു പൊളിക്കാം. ഓൺലൈൻ ക്ലാസ്സിൽ ചേരാം, റാങ്ക് ലിസ്റ്റിൽ കേറാം, LP UP ടീച്ചറായി അടിച്ചു പൊളിക്കാം. പാറ്റേണെല്ലാം മാറാം, സിലബസ് എല്ലാം മാറാം. റാങ്ക് പക്ഷേ മാറൂല. സർക്കാർ സർവീസിലേക്ക് കൈപിടിച്ചുയർത്താൻ CC. ഇയാളെന്താ ചുങ്ക ചവയ്ക്കുമെന്ന്? സാർ ഇവിടെയല്ല ഡെമോ, ഇവിടെയാണ് സാർ വീണ്ടും ഡെമോ. ഈ കുട്ടികളുടെ ആടൊന്നും പോരാ. ഇതിൽ ഡ്രാമയില്ല. ഡ്രാമ എവിടെ? അതിന് സാർ ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ സാർ. സാറൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആട് കൊച്ചു കുട്ടികൾ കാണുന്നു, കൊച്ചു കുട്ടികൾ അവരുടെ മാതാപിതാക്കളോട് പറയുന്നു ഞങ്ങൾക്കും വേണം ഇതുപോലത്തെയുള്ള ടീച്ചർമാരെ. എന്ത് ബ്യൂട്ടി ആയിരിക്കും സാർ. ഇതെന്താണ്? ഇതല്ല. ആളുകളുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഇങ്ങനെ ഇഴക്കി ചേർക്കുന്ന, അടുക്കി ചേർക്കുന്ന അങ്ങനത്തെ ആഡ്സ് വരട്ടെ. ഉണ്ട് സാർ, ഉണ്ട്. ഡ്രാമയുണ്ട്. ഡ്രാമയുള്ള കുടുംബ പ്രേക്ഷകരുടെ ഉള്ളം പുളകം കൊള്ളിക്കുന്ന ഒരു ഐറ്റം ഉണ്ട് സാർ, കാണാം. എന്ത്? പഠിപ്പുര വീട്ടിലെ പത്മാവതിയുടെ മരുമകൾക്ക് പുറത്തു പോയി പഠിക്കണമെന്നോ? സാധ്യമല്ല. അമ്മേ, സർക്കാരിന്റെ LP UP പരീക്ഷയിൽ പങ്കെടുക്കണമെന്നും ഒരു അധ്യാപികയാവണമെന്നുള്ളത് എന്റെ സ്വപ്നമായിരുന്നു. ദൈവത്തെ ഓർത്ത്
അതിന് തടസ്സം നിൽക്കരുത്. അപ്പോൾ ഈ പഠിപ്പുര വീടിന്റെ ബിസിനസ് ഒക്കെ ആര് നോക്കും? പുറത്തുപോയി പഠിക്കുന്നത് സാധ്യമല്ല. അതിനെനിക്ക് പുറത്തു പോയി പഠിക്കേണ്ട ആവശ്യമില്ലമ്മേ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഓൺലൈൻ കോച്ചിങ് ഉണ്ടമ്മേ. ഓഹോ, വീട്ടിലിരുന്ന് ടീച്ചറില്ലാതെ പഠിക്കാൻ നീ എന്നെക്കാളും കേമിയാണോ? അയ്യോ കൃഷ്ണ, അങ്ങനെയൊന്നും അല്ലമ്മേ. അവിടെ പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും ഓരോ പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ടമ്മേ. മാത്രമല്ല അവിടെ പഠിച്ചിറങ്ങിയ ഭൂരിഭാഗം കുട്ടികളും റാങ്ക് ലിസ്റ്റിലും ഉണ്ട്. എന്തായാലും ഈ പഠിപ്പുര വീട്ടിൽ നിന്ന് നീ പഠിക്കാൻ പോകുന്നില്ല. എനിക്ക് പോണോ അമ്മേ? അധികം പ്രസംഗി. എന്തു പറ്റി ഇന്ദു? അമ്മ എന്നെ പഠിക്കാൻ അനുവദിക്കുന്നില്ല. എനിക്കറിയാം വിദ്യാഭ്യാസത്തിന്റെ വില എന്താണെന്ന്. നീ കൈപിടിച്ചുയരൂ. എനിക്കൊരു ഡയലോഗ് അടിക്കാനുണ്ട്. സർക്കാർ ജോലിയിലേക്ക് കൈപിടിച്ചുയർത്താൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ CC. ഇല്ല, ഇതിലൊന്നുമില്ല. ഇത് വെറും സീരിയൽ. ഇത് പോരാ. കണ്ടന്റ് വരട്ടെ. കണ്ടന്റ് എവിടെയാണ്? കണ്ടന്റ് ജനങ്ങളുടെ റിയലിസ്റ്റിക് കണ്ടന്റ് അത് വരട്ടെ. സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരുണ്ട്. നോക്ക് സാർ, പെട്ടെന്ന് നടക്കൂരാതെ നമുക്ക് ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. അല്ലയോ രത്നാകരൻ, എവിടെ പോകുന്നു? നമസ്കാരം രാജു. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു മൊബൈൽ ഫോൺ മേടിക്കാൻ പോകുന്നു രാജു. മൊബൈൽ ഫോണോ? ആ, ഈ വർഷത്തെ കേരള സർക്കാരിന്റെ LP UP അധ്യാപക പരീക്ഷ ഞാനും എഴുതുന്നുണ്ട്. അതിനെന്തിനാണ് മൊബൈൽ ഫോൺ? വീട്ടിലിരുന്ന് ഓൺലൈനായി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ട്രാക്ടറോ? ട്രാക്ടർ അല്ല, ക്രാക്കർ. അങ്ങനെ നിന്റെ പരിപ്പും വെന്തോ രത്നാകരാ? എന്റെ കലത്തിലെ പരിപ്പും വെന്ത് തുടങ്ങി ചന്ദ്ര. അല്ല രത്നാകര, എന്തൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്? റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്, ഡെയിലി വർക്കൗട്ട് ഉണ്ട്, മോഡൽ എക്സാം ഉണ്ട്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓ, നിന്റെ പരിപ്പ് മാത്രമല്ല, അവന്റെ ഗ്രീൻ പീസും വന്നു. നിന്റെ ഭാര്യ നമുക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. ഇവളുടെ ബുദ്ധി വിമാനമാണ്. വിമാനമല്ല, റോക്കറ്റ്. നല്ല ബുദ്ധി. സർക്കാർ സർവീസിലേക്ക് കൈപിടിച്ചുയർത്താൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ. പോരാ. ഈ വിമാനവും റോക്കറ്റും ഒന്നും ജനങ്ങൾക്കിടയിലേക്ക് തുളച്ചു കയറില്ല. കൂടുതൽ തുളക്കില്ലേ സാർ, ഇവളും ചിലപ്പോൾ കൂടെ ഇറങ്ങി വരും. ഇതൊന്നും അല്ലാതെ ഈ യൂത്തിനെ ആകർഷിക്കുന്ന, യൂത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും. ഉണ്ട് സാർ, യൂത്തിനെ പിടിക്കാം. അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം കാണിച്ചു തരാം. മക്കളെ, ജോലിയൊന്നും ആയില്ലയോ? ജോലിയായില്ല, എന്തൊരാശ്വാസം. സുരേഷ് അല്ലയോ അത്? ഞാനിപ്പം ഡെസർട്ട് ക്യാമ്പിലുണ്ട്. മക്കളെ, എടാ നിനക്ക് ജോലിയൊന്നും ആയില്ലോടാ? ഇഷ്ടപ്പെട്ട്. മക്കളെ, ജോലിയൊന്നും ആയില്ലോടാ? ഹേയ് പ്രഭോ, ജോലിയൊന്നും ആയില്ലയോ? ജോലി കിട്ടി അമ്മച്ചി. ഞാൻ അധ്യാപകനാ, അതും സർക്കാർ ജോലി. എപ്പോ? കഴിഞ്ഞ വർഷത്തെ LP UP അധ്യാപക നിയമന പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേരുമുണ്ട്. വാ തുറക്കണ്ട. കഴിഞ്ഞ വർഷം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പഠിച്ച് 1500 സ്റ്റുഡൻസ് റാങ്ക് ലിസ്റ്റിൽ വന്നത്. അതിലൊരാൾ ഞാനാ. ഇതുപോലുള്ള ഇച്ഛായമാരുടെ ചോദ്യങ്ങൾ കേട്ട് നിങ്ങളുടെ മനസ്സ് തളർന്നു എങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ വർഷത്തെ LP UP അധ്യാപക നിയമനത്തിന്റെ കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. സർക്കാർ സർവീസിലേക്ക് കൈപിടിച്ചുയർത്താൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇതൊരുമാതിരി 70കളിലെ യൂത്തിനെ ആകർഷിക്കുന്ന സാധനമല്ലേ? അത് പറ്റത്തില്ല. യൂത്തിന്റെ വേദനകൾ, അവരുടെ കണ്ണീരുകൾ ഒപ്പിയെടുക്കണ്ടേ? സാർ, എൻ്റെ കയ്യിൽ ഇപ്പൊ ഇത്രേ സ്റ്റോക്ക് ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ ചെയ്ത വീഡിയോസും നിങ്ങളുടെ ഡീറ്റെയിൽസും എല്ലാം ഇങ്ങനത്താ നോക്കട്ടെ. ഞാൻ കമ്പനിയുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. സാർ,
ഇതിവരുടെ അച്ഛൻ്റെ 3 ചാക്ക് കൊട്ടത്തേങ്ങയുടെ കാശ. ഹാർഡ് ഡിസ്ക് ഇങ്ങ് തിരിച്ചു തരണേ. അപ്പം നിങ്ങൾ പൊക്കോ, ഞാൻ രാത്രി വിളിക്കാം. വേണ്ട, എൻ്റെ മൊബൈലിൽ വിളിച്ചാൽ മതി, നമ്പർ ഉണ്ടല്ലോ എൻ്റെ. ശരി. എന്നാലും എന്തായിരിക്കും അവർ വിളിക്കാത്തത്? ചിലപ്പോൾ അവർക്ക് ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും, അതായിരിക്കും. എനിക്ക് തോന്നി ഞാൻ ആ ചെയ്ത കണ്ടത്തിലെ സാധനം ഉണ്ടല്ലോ, രാജു നീ എവിടെ പോകുന്നു, അത് പോളി സാധനം ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ പാട്ടിൻ്റെ ലിറിക്സ് കേട്ടിട്ടേ അവർ സ്തബ്ധരായിട്ട് നിൽക്കുമായിരിക്കും, അതായിരിക്കും. നല്ല സാധനമായിരുന്നു. അണ്ണാ നമ്മുടെ ആടെ അവർക്ക് ഇഷ്ടപ്പെട്ട അവർ അപ്ലോഡ് ചെയ്താ? ഇല്ല. വേണ്ടേ? കണ്ടില്ലേ, കോമ്പറ്റീറ്റീവ് ക്രാക്കറിന് ഇത്തരം കോമാളിത്തരങ്ങളുടെ യാതൊരു ആവശ്യവുമില്ല. സർക്കാർ സർവീസിലേക്ക് നിങ്ങളെ കൈപിടിച്ചു ഉയർത്താൻ കോമ്പറ്റീറ്റീവ് ക്രാക്കർ. മേഡം, ഒരു ആർട്ട് ഫിലിം പിച്ച് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. ഓക്കെ. ഐഡിയ 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 ഞാൻ എന്താ ഐഡിയ എടുത്ത് വെച്ചിട്ട് പിച്ച് ചെയ്യുന്നത്? ഇതാരാ? അങ്ങനെ ഈ ആടും കവാഹുവാ. പൈസ തരത്തില്ല, പൈസ തരത്തില്ല. നിങ്ങൾക്ക് തരത്തില്ല, ഞങ്ങൾക്കും ഇല്ല. ഞങ്ങൾ വല്ല പണിക്കും പോവാ. അത് പോണം, ഞങ്ങൾ കൂടെ വേണ്ടി പോണം. Open the book.